ഒരു ദിവസം വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ചന്ദ്രമതി രേവതിയുടെ അച്ഛൻ മകളെ കെട്ടിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് രേവതി കരഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്ക് ഓടിപ്പോവാണ്. ചന്ദ്രമതി അവിടേക്ക് വന്ന് എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്ന് രേവതിയോട് പറയുന്നുണ്ട്. അത് കേട്ട് രേവതി ദേഷ്യത്തില്, ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ മരുമക്കൾ ആരുമില്ലേ, എന്തിനാ എന്നോട് മാത്രം പറയുന്നത് എന്ന് ചോദിച്ച് ചന്ദ്രമതിയോട് ചൂടാവുകയാണ്. രേവതി, നീ എന്തിനാ അമ്മയോട് അങ്ങനെ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും കയറി വരുന്നുണ്ട്. ഞാൻ അമ്മയോടല്ലേ സംസാരിക്കുന്നേ, അതിനിടയില് വേറെ ആരും കയറി വരണ്ട. അങ്ങനെ രേവതി അവൾക്ക് മറുപടി കൊടുക്കുവാണ്. എന്താടി നിനക്ക് വേണ്ടത്? അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ, എനിക്കൊന്നും വേണ്ടാമേ, എന്നെ പറ്റി എന്തു പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും. പക്ഷെ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുവാണ് രേവതി. ആന്റി, നിങ്ങളുടെ ഭാഗത്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞ് വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഇവള് വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു തരി സ്വർണം പോലും ഇട്ടോണ്ട് വന്നിട്ടില്ല, എല്ലാം ഞങ്ങളല്ലേ വാങ്ങിക്കൊടുത്തത്. അങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അമ്മേ, ഇപ്പോ സ്വർണ്ണാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് രേവതി റൂമിലേക്ക് പോകുന്നുണ്ട്. കല്യാണത്തിന് വാങ്ങിക്കൊടുത്ത എല്ലാ ആഭരണങ്ങളും രേവതി ഊരിക്കൊണ്ടുവന്ന് ചന്ദ്രമതിയുടെ മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങളുടെ ഒരു തരി പൊന്നുപോലും എനിക്കിനി വേണ്ട. കല്യാണത്തിന് നിങ്ങൾ വാങ്ങിത്തന്ന എല്ലാ ഗോൾഡ് ഇതിലുണ്ട്, ഒന്നും എനിക്കിനി വേണ്ട. അങ്ങനെ രേവതി പറഞ്ഞത് കേട്ടോണ്ട് സച്ചി വരികയാണ്. രേവതി എന്തു പറ്റി? എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? അങ്ങനെ സച്ചി അവളോട് ചോദിക്കുന്നുണ്ട്. മറ്റു മരുമക്കളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം ഇട്ടോണ്ടാ വന്നത്, ഞാൻ മാത്രം വീട്ടിൽ നിന്ന് ഒരു തരി പോലും സ്വർണം കൊണ്ടുവന്നില്ല. എന്റെ അച്ഛൻ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതുകൊണ്ടാ എനിക്ക് ഈ സഹതാപ കല്യാണം നടന്നത് എന്നാ ഇവര് പറഞ്ഞത്. അങ്ങനെ സഹതാപം കൊണ്ട് തന്ന സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. അത് കേട്ട് സച്ചി, അതിന് ഇവരുടെ കാശിനൊന്നും അല്ലല്ലോ സ്വർണ്ണമൊക്കെ വാങ്ങി തന്നത്, ഇതേ എന്റെ അച്ഛന്റെ കാശിന് വാങ്ങി തന്നതാ. അത് നിങ്ങൾക്കൊരവകാശമില്ല. രേവതി, നീ ഇവര് പറയുന്നതൊന്നും എടുക്കണ്ട. എന്തിനാ സ്വർണ്ണമൊക്കെ ഇവർക്ക് കൊടുത്തത്? ഇതെന്റെ അച്ഛൻ വാങ്ങി തന്നതല്ലേ? അങ്ങനെ സച്ചി പറയുന്നുണ്ട്. പക്ഷേ രേവതി ഇനി ഈ സ്വർണം ഇടില്ല എന്ന് പറഞ്ഞ് വാശിയിൽ നിൽക്കുകയാണ്. എന്താടി, നീ ഡ്രാമ കളിക്കുവാണോ? അതിന് എല്ലാ സ്വർണവും നീ എനിക്ക് ഊരി തന്നിട്ടില്ലല്ലോ. നിന്റെ താലിമാലയൊക്കെ വാങ്ങിയത് ഞങ്ങള് തന്നെയാ. അങ്ങനെ പറയുവാണ് ചന്ദ്രമതി. നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമേ. നിങ്ങൾ കൊടുത്ത ഒരു സ്വർണ്ണം എനിക്കിനി വേണ്ട. അങ്ങനെ പറഞ്ഞ രേവതി സച്ചി കെട്ടിയ താലിമാല ഊരി ചന്ദ്രമതിക്ക് നേരെ വയ്ക്കുന്നുണ്ട്. എന്താ മോളെ ഇത്? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് കഴുത്തിൽ താലി ഇടാതെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. അതെടുത്തിടാൻ അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട്. പേടിക്കണ്ട അച്ഛ, നിങ്ങളുടെ മകൻ കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞ രേവതി ഒരു മഞ്ഞ ചരടെടുത്ത് പുറത്തേക്ക് കാണിക്കുവാണ്. ഇതെന്താ ചരടോ മോളെ? മഞ്ഞ കയറിലാണോ താലി കെട്ടുന്നത്? അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ്. ഇല്ല അച്ഛ, ഒരുപാട് തവണ ഇവര് പറയുന്നതൊക്കെ ഞാൻ കേട്ടു നിന്നു, ഇനി എനിക്കതിന് പറ്റില്ല. അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണയായി പറഞ്ഞതാ, ഇവളുടെ താലി അയക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതെടുത്ത് കഴുത്തിലിടാൻ അവളോട് പറയ്. അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ, വേണ്ട, ഇനി എന്റെ ദേഹത്ത് സ്വർണ്ണെന്ന് പറയുന്നത് ഇടണമെങ്കിലേ അതെന്റെ ഭർത്താവ് സമ്പാദിച്ച കാശ് കൊണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വർണ്ണം എനിക്ക് വേണ്ട. എന്റെ ഭർത്താവ് സമ്പാദിച്ച് എപ്പോ താലിമാല എനിക്ക് വാങ്ങിത്തരുന്നോ അന്ന് മാത്രമേ ഞാൻ ആ താലി ഇടൂ. അതുവരെ ഈ മഞ്ഞ ചരട് മതി എനിക്ക്. അങ്ങനെ പറഞ്ഞ രേവതി അകത്തേക്ക് പോകുന്നുണ്ട്. ശേഷം വീണ്ടും തിരിച്ചു വന്ന്, എന്റെ ദേഹത്തുള്ള കമ്മലും വളയൊക്കെ അച്ഛമ്മ എനിക്ക് വാങ്ങി തന്നതാ. ഇത് ഞാൻ ഒരിക്കലും തരില്ല. നിങ്ങൾ വാങ്ങി തന്നതൊക്കെ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാ ഞാൻ മനുഷ്യനായിട്ടായിരിക്കില്ല പെരുമാറാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്രമതിക്ക് മറുപടി കൊടുത്ത് രേവതി അകത്തേക്ക് പോകുന്നുണ്ട്. അച്ചി ഉടനെ രേവതിയുടെ അടുത്തേക്ക് വന്ന്, രേവതി, നീ പറഞ്ഞതാ ശരി. അമ്മയുടെ ഗോൾഡ് ഒന്നും നമുക്ക് വേണ്ട, ഞാൻ നിനക്ക് വാങ്ങി തന്നോളാം. ഇതാ ഈ ബുക്കിലെ നിനക്ക് എത്ര സ്വർണം വേണമോ അതെല്ലാം എഴുതി വെക്ക്. പക്ഷേ എല്ലാം കൂടി ഒരു 25 പവൻ ഉണ്ടാകുമല്ലേ? ഉടനെ വാങ്ങിത്തരാൻ എന്റെ കയ്യില് കാശില്ലെങ്കിലും കാശ് കിട്ടുമ്പോ ഞാനെല്ലാം വാങ്ങി തന്നോളാം എന്ന് പറയുകയാണ്. ഇപ്പൊ ആദ്യം എനിക്കൊരു താലിമാല വാങ്ങി തന്നാ മതി. അങ്ങനെ രേവതി പറഞ്ഞപ്പോ, നീ ഇപ്പൊ കൊടുത്ത ഗോൾഡിന്റെ എല്ലാം ലിസ്റ്റ് ആ ബുക്കിൽ എഴുതിക്കോ, ഓരോന്നായി ഞാൻ വാങ്ങി തന്നോളാം എന്ന് പറയുവാണ് സച്ചി. അങ്ങനെ രേവതി വാങ്ങാനുള്ള ഗോൾഡൊക്കെ ഒരു ലിസ്റ്റാക്കി സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ വണ്ടിയെടുത്ത് ആദ്യം താലിമാല വാങ്ങാനായി കാർ എടുത്തോണ്ട് പോവുകയാണ്.